മുണ്ടക്കൈ ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളാനാവില്ല എന്ന സർക്കാരിൻ്റെ നിലപാട് ഏറ്റവും അപലപനീയമാണ്. ദുരിതബാധിതരുള്ള അതിക്രൂരമായ ഒരു സമീപനമായിട്ടാണ് അതിനെ കാണുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ എന്തു ദുരന്തം സംഭവിച്ചാലും, തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമില്ലാത്ത മേഖലകളിൽ എന്തു ദുരന്തമുണ്ടായാലും അതിനു നേരെ മുഖം തിരിഞ്ഞ് നിൽക്കാനും അവരെ സഹായിക്കാനും ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഗവൺമെൻറ്റാണ് മോഡിയുടെ ഗവൺമെൻറ് എന്ന് അവസാനമായി പോലും ഈ കടം എഴുതി തള്ളില്ല എന്ന അവരുടെ വ്യക്തമാക്കലിലൂടെ ബോധ്യം വന്നിരിക്കുകയാണ്. ഞാനിവിടെ സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. 733 കോടി രൂപയോളം ഇവിടെ പിരിച്ചു കിട്ടിയ സംഭാവനയായി കിട്ടിയ പണമുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഈ പുനരധിവാസത്തിന് ചിലവാക്കാൻ ഇത്രയും പണം ആവശ്യമില്ല? മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭവന പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഇവരുടെ കടം എഴുതിത്തള്ളാം. അതിൽ കേന്ദ്രം ഒരു ആനുകൂല്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെ പഴിക്കുന്നത് അതൊരു ഭാഗം. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്. ഇതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും എല്ലാം പണം പിടിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ എന്നതിൽ അവരുടെ ഓണറേറിയം അടക്കം ഒരുപാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന ഫണ്ടടക്കം എല്ലാ മേഖലകളിൽ നിന്നും സ്വരൂപിച്ച പണമാണുള്ളത്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്കൊരു ജീവനോപാധി ഉണ്ടാക്കുന്നതിനും അവരുടെ പ്രയാസങ്ങൾക്കൊപ്പം അവരോടൊപ്പം നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറാകണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.